PM ഷഫീർ ചേട്ട പഴയ ഒരു കഥ ഞങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ. 2021 ഞാൻ ആഭ്യന്തരമന്ത്രി, ആര് പറഞ്ഞു? KPCC പ്രസിഡന്റ്. അതുകൊണ്ട് ഞാൻ മുഖ്യമന്ത്രി. ആഭ്യന്തരമന്ത്രിയായ ഞാൻ മുഖ്യമന്ത്രി, ഒരു കോൺഗ്രസ് നേതാവ്. അല്ലല്ല, നീ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി അല്ല, ഞാനാണ് ആഭ്യന്തരമന്ത്രി. അവസാനം തർക്കമായി. 5 നേതാക്കന്മാർ തമ്മിൽ തർക്കം, ആരാവും മുഖ്യമന്ത്രി? അവസാനം തോട്ടാ കോൺഗ്രസ് നേതാക്കന്മാർ തീരുമാനിച്ചു, മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയൊക്കെ നിങ്ങൾ എടുത്തോ. ഓരോ മന്ത്രിസ്ഥാനത്ത് നിങ്ങൾക്ക് വേണം. ഓരോ മന്ത്രിസ്ഥാനം. റവന്യൂ വകുപ്പ് എനിക്ക്, സിവിൽ സപ്ലൈസ് നിനക്ക്, വനിതാ സംരക്ഷണം നിനക്ക്. ഇങ്ങനെ എണ്ണിപ്പകിട്ട 2021 കഥ ഒന്ന് റീവൈൻഡ് അടിച്ചോർക്കുന്നത് എല്ലാ കോൺഗ്രസുകാർക്കും വളരെ നന്നായിരിക്കും. ആഭ്യന്തരവും ധനകാര്യവും ഫിനാൻസും വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും എല്ലാം തീരുമാനിച്ച് മുണ്ടും മടക്കി 2021 കേരളത്തിലെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയിട്ട് എന്ത് സംഭവിച്ചു? വീട്ടിലേക്ക് ജനങ്ങൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് തിരിച്ച് അയച്ചു. 3 മാസം നേരിടുന്ന ഏറ്റവും വലിയ വർഗീയതക്കെതിരായി എന്തെങ്കിലും ഒരു മുദ്രാവാക്യം വിളിക്കാൻ ഈ രാജ്യത്തെ KSUവിനെയോ കോൺഗ്രസിനെയോ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ? ഞങ്ങൾ ഈ കേരളത്തിലെ വർക്കലയിലെ ജനങ്ങളോടാണ് ചോദിക്കുന്നത്. ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ത്? നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റുകാരനെ ഏത് നട്ടപ്പാതിരാത്രി കുറക്കത്തിൽ വിളിച്ചു നീപ്പിച്ച അവനോട് ചോദിച്ചാലും അവൻ പറയും, ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അത് വർഗീയതയാണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാരൻ പറയും. കോൺഗ്രസ്സുകാരനോട് ചോദിച്ചാൽ ഏത് ഉറക്കച്ചടവിലാണെങ്കിലും കോൺഗ്രസ്സുകാരൻ പറയും, രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പക്ഷെ ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി കസേരയില്ല എന്നതാണ് എന്ന് കോൺഗ്രസ്സുകാരൻ വിളിച്ചു പറയും. കസേരയ്ക്ക് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർ, കസേരകളെ മാത്രം നോക്കി രാഷ്ട്രീയ പ്രവർത്തനത്തിന് മുണ്ടും മടക്കി ഇറങ്ങുന്നവർക്ക് ഈ രാജ്യത്തെ ജനങ്ങളെ പറ്റി എന്താണ് ബോധം? വർഗീയതക്കെതിരായ പോരാട്ടത്തിന് ഈ രാജ്യത്ത് ഇവരെവിടെയാണ്? ഞങ്ങൾ ചോദിക്കട്ടെ. KSUവിന് മുദ്രാവാക്യമുണ്ടോ? കോൺഗ്രസിന് മുദ്രാവാക്യമുണ്ടോ? ഈ രാജ്യത്ത് എവിടെയെങ്കിലും കോൺഗ്രസ് വർഗീയതയെ ചെറുക്കാൻ ഇറങ്ങിയിരിക്കുന്നത് ഞാനോ നിങ്ങളോ കണ്ടിട്ടുണ്ടോ? നമ്മൾ കണ്ടതാണല്ലോ 2 കന്യാസ്ത്രീകളെ. ഈ കേരളത്തിൽ ജനിച്ചു വളർന്നവർ കന്യാസ്ത്രീകളായതിന്റെ പേരിൽ ഛത്തീസ്ഗഡിൽ ജയിലിൽ അടക്കപ്പെടുകയാണ്. എവിടെയായിരുന്നു കോൺഗ്രസ്? ഇവിടെ നിന്ന് കോൺഗ്രസ്സുകാരൻ വണ്ടി പിടിച്ചു പോയി കേട്ടോ. നമ്മളെ ആത്മാർത്ഥത കണ്ടില്ല എന്ന് ജനങ്ങളെ നടിക്കുക ചെയ്യരുത്. ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് എവിടെയായിരുന്നു? ഞങ്ങൾ ചോദിക്കട്ടെ. ഇടതുപക്ഷം ദുർബലമാണ്. ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ കരുത്ത് നിങ്ങൾ എണ്ണത്തിലാണ് അളക്കുന്നതെങ്കിൽ ഈ രാജ്യത്ത് എണ്ണത്തിൽ ഞങ്ങൾ ദുർബലമാണ്. പക്ഷേ ഞങ്ങൾ ചോദിക്കട്ടെ, ഈ രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിലുമുള്ള കോൺഗ്രസ് വർഗീയതക്കെതിരെ സ്വീകരിക്കുന്ന നിലപാടെന്താണ്? വർഗീയവാദികളോടെതിരിട്ട് ഈ രാജ്യത്തിനകത്ത് കോൺഗ്രസ് ഫൈറ്റ് ചെയ്യുന്ന സംസ്ഥാനങ്ങളുടെ പേര് ഏതൊക്കെയാണ്? ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീമാരെ നിർദാക്ഷിണ്യം അറസ്റ്റ് ചെയ്ത് ജയിലിനകത്ത് അടയ്ക്കുമ്പോ മാസങ്ങൾക്ക് മുമ്പ് ഛത്തീസ്ഗഡിൽ ഭരണമുണ്ടായിരുന്ന അവിടുത്തെ കോൺഗ്രസിന്റെ ഒരു നേതാവ് പോലും പ്രതികരിക്കുന്ന കാഴ്ച ഞാനോ നിങ്ങളോ കണ്ടതേ ഇല്ല. ഇവിടുത്തെ KPCC പ്രസിഡന്റിന് ഒന്ന് വിളിച്ചിട്ട് അവിടെ ഒരു പ്രതിഷേധ യോഗം നടത്തണമെന്ന് പറയാൻ ഇപ്പൊ എല്ലായിടത്തും വിളിക്കാൻ സൗജന്യമായതുകൊണ്ട് സാമ്പത്തിക ചെലവൊന്നുമില്ലല്ലോ. എന്തേ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് പ്രതിഷേധം നടത്താതിരുന്നത്? മുട്ടുവിറക്കും വർഗീയവാദികളെ കാണുമ്പോ, ബജ്രംഗ് കാണുമ്പോ, സംഘപരിവാറുകാരെ കാണുമ്പോ, RSSകാരെ കാണുമ്പോ മുട്ടുവിറക്കുന്ന ഈ കോൺഗ്രസ്സുകാരനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ പിപ്പിടി കാട്ടി ഈ കേരളത്തിൽ അങ്ങും ഇറങ്ങി നടക്കാൻ തയ്യാറാവുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ വെറുയർത്തുന്ന രാഷ്ട്രീയത്തിന് എന്തെങ്കിലും മൂല്യബോധം ഈ രാജ്യത്തിനകത്തുണ്ടോ? ഈ കോൺഗ്രസ് ഉള്ള പ്രദേശങ്ങളിലല്ലേ ഈ രാജ്യത്തെമ്പാടും ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നത്? ഉത്തർപ്രദേശിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു, അവിടെ കോൺഗ്രസ് ഇല്ലേ?
ഛത്തീസ്ഗഡിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു, അവിടെ കോൺഗ്രസ് ഇല്ലേ? ഒഡീഷയിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു, അവിടെ കോൺഗ്രസ് ഇല്ലേ? രാജസ്ഥാനിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു, അവിടെ കോൺഗ്രസ് ഇല്ലേ? ജമ്മു കാശ്മീരിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു, അവിടെ കോൺഗ്രസ് ഇല്ലേ? ഹരിയാനയിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു, അവിടെ കോൺഗ്രസ് ഇല്ലേ? മധ്യപ്രദേശിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു, അവിടെ കോൺഗ്രസ് ഇല്ലേ? അവിടെ ഇല്ലാത്ത ന്യൂനപക്ഷ സ്നേഹം ഇവിടെ കസേര കിട്ടാൻ വേണ്ടി കേരളത്തിൽ പ്രത്യേകമായി ന്യൂനപക്ഷത്തിനോട് സ്നേഹം കാണിക്കാൻ കോൺഗ്രസുകാർ ഇറങ്ങിയിരിക്കുന്നു. കസേരയെ നോക്കി അല്ലടോ നിലപാട് സ്വീകരിക്കുന്നത്. മാനാഭിമാനത്തോടെ ആർജവത്തോടെ രാഷ്ട്രീയ നിലപാട് ആർക്കു മുന്നിലും തുറന്നു പറയാൻ കഴിയുമ്പോഴാണ് ഒരാൾ സത്യസന്ധനായ രാഷ്ട്രീയ നേതാവാകുന്നത്. അങ്ങനെ കണക്കാക്കിയാൽ സത്യസന്ധനായ ഒരു രാഷ്ട്രീയ നേതാവ് പോലും ഇല്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഇല്ലാതെ ഉത്തരം പറയാം പ്രിയപ്പെട്ടവരെ. ആ രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് ആണ്. ആ രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് ആയതുകൊണ്ടാണ് രാജസ്ഥാനിൽ ന്യൂനപക്ഷങ്ങളുടെ അതിക്രമത്തെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് ഇല്ലാതെ പോകുന്നത്. അതുകൊണ്ടാണ് മധ്യപ്രദേശിലും ഹിമാചൽ പ്രദേശിലും ഈ രാജ്യത്തിന്റെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ബഹുഭൂരിപക്ഷം വരുന്ന ഈ രാജ്യത്തെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് ശക്തിയുള്ള പ്രദേശങ്ങളിൽ രാജ്യത്തെ ക്രിസ്ത്യൻ സമൂഹം, മുസ്ലിം സമൂഹം, ദളിതന്മാർ, പട്ടികവർഗക്കാർ നിരുപാധികമായ അതിക്രമം ഏറ്റുവാങ്ങേണ്ടി വരുമ്പോ പ്രതിരോധിക്കാൻ കോൺഗ്രസിനെ ഞാനോ നിങ്ങളോ കാണാത്തത് അവിടെ പ്രതിരോധിക്കാൻ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. ഞങ്ങൾ ദുർബലരാണ് അവിടെ. പക്ഷേ ഒന്നേ ഉള്ളെങ്കിൽ ആ ഉള്ള ഒന്ന് കൊടിയും പിടിച്ച് ഏത് തട്ടിന്റെ ഘട്ടത്തിലും പോരാട്ടം നടത്തിയ ചരിത്രമാണ് ഈ ഇന്ത്യ മഹാരാജ്യ ചരിത്രം എന്ന് നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. കോൺഗ്രസുകാർ ഇരിക്കുന്നതിന്റെ മൂക്കിന് താഴെ ഡൽഹിയിൽ AICC ആസ്ഥാനത്തിന് മിനിറ്റുകളപ്പുറത്ത് ഡൽഹിയിൽ ഒരു ചേരി ന്യൂനപക്ഷങ്ങൾ തിങ്ങി താമസിക്കുന്ന പ്രദേശം ഒഴിപ്പിക്കാൻ BJPയുടെ ഭരണകൂടം തീരുമാനിക്കുന്നു. ആ തീരുമാനിക്കുന്ന ഭരണകൂടം ബുൾഡോസർ പറഞ്ഞു വിടുന്നു. ആ ബുൾഡോസർ പറഞ്ഞുവിട്ട് ന്യൂനപക്ഷങ്ങൾ തിങ്ങി താമസിക്കുന്ന, മതന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന, പാവപ്പെട്ടവരും പട്ടിണിക്കാരും താമസിക്കുന്ന ആ ചേരികൾ പൊളിച്ചെടുക്കാൻ BJPയുടെ ബുൾഡോസർ പാഞ്ഞെടുത്തപ്പോ AICC ആസ്ഥാനത്ത് നിന്ന് ഇന്ദിരാഗാന്ധിയെ പോലെ ചിരിക്കുന്ന, ഇന്ദിരാഗാന്ധിയെ പോലെ മൂക്കുള്ള, ഇന്ദിരാഗാന്ധിയെ പോലെ കണ്ണുള്ള, ഇന്ദിരാഗാന്ധിയെ പോലെ സാരി ഉടുക്കുന്ന പ്രിയങ്ക ഗാന്ധി ഇറങ്ങി വരുന്ന കാഴ്ച ഇന്ത്യയിൽ ഞാനോ നിങ്ങളോ കണ്ടില്ല. രാഹുൽ ഗാന്ധി അവിടെ നിന്ന് ഇറങ്ങി വരുന്ന കാഴ്ച ഞാനോ നിങ്ങളോ കണ്ടില്ല. അവിടെ ഒരു വനിത ഇറങ്ങി വരുന്നുണ്ട്. ഒരു വനിത കിട്ടാവുന്ന കമ്മ്യൂണിസ്റ്റുകാരെയും വിളിച്ച് ആ തെരുവിലേക്ക് ബുൾഡോസറിന്റെ മുന്നിലേക്ക് പാഞ്ഞിറങ്ങി വരുന്നുണ്ട്. ഒരു കൈ അവിടെ ബുൾഡോസറിനെതിരെ ഉയരുന്നുണ്ട്. പ്രിയപ്പെട്ട സഖാക്കളെ, വർക്കലയിലെ മതനിരപേക്ഷ ജനാധിപത്യവാദികളെ, ആ കൈ ഒരു കമ്മ്യൂണിസ്റ്റുകാരിയുടെ ആയിരുന്നു. ആ കമ്മ്യൂണിസ്റ്റുകാരിയുടെ പേര് സഖാവ് ബൃന്ദ കാരാട്ട്. ഇതാണോ ഈ രാജ്യം ആവശ്യപ്പെടുന്ന പ്രതിരോധം? അവിടെ പ്രതിരോധിക്കാനില്ലാത്ത കൂട്ടരാണ് കേരളത്തിൽ വാളും വഴിയും എടുത്തിറങ്ങിയിരിക്കുന്നത്. അവിടെ പ്രതിരോധിക്കാൻ കെൽപ്പില്ലാത്തവരാണ് കേരളത്തിൽ വാളും പരിചയം എടുത്തിറങ്ങിയിരിക്കുന്നത്. അവിടെ പ്രതിരോധിക്കാൻ പാങ്ങില്ലാത്തവരാണ് കേരളത്തിൽ എന്തോ രാജാക്കന്മാർ എന്ന മട്ടിൽ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അവിടെ വർഗീയവാദികളെയും ഭരണകൂടത്തെയും കാണുമ്പോ മുട്ടിങ്ങനെ കിടുകിടായിടിച്ചു വറക്കുന്നവരാണ് ഇവിടെ കിടുകിടാ വറച്ചുകൊണ്ട് പ്രസംഗം നടത്തുന്നത് എന്ന് നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. എവിടെയാണ് ഇവരുടെ നിലപാട്? വർഗീയവാദികളോട് അടിയറവ് വെച്ച നിലപാടിനെ ചോദ്യം ചെയ്താണ് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ മുന്നോട്ട് പോകുന്നത്. ആ കമ്മ്യൂണിസ്റ്റുകാരെ മര്യാദ പഠിപ്പിക്കാനൊന്നും ഈ കേരളത്തിനകത്തൊരൊറ്റ കോൺഗ്രസുകാരനും വളർന്നിട്ടില്ല എന്ന് സ്നേഹത്തോടെ പാർട്ടിക്ക് വേണ്ടിയും ഇടതുപക്ഷത്തിനു വേണ്ടിയും പറയാൻ ഞാൻ തയ്യാറാവട്ടെ. ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഈ കേരളത്തിലെ ഇടതുപക്ഷ പ്രവർത്തകർ, ഈ കേരളത്തിലെ DYFIക്കാർ, ഈ കേരളത്തിലെ SFIക്കാർ ഈ കേരളത്തിനകത്ത് ജനാധിപത്യത്തിന്റെ മുദ്രാവാക്യം ഉയർത്തി പോരാട്ടം നയിക്കുന്നവരാണ്. ഈ കേരളത്തെ ഇന്ന് കാണുന്ന കേരളമാക്കി പരിവർത്തനപ്പെടുത്താൻ ചോരയും നീരും ഒഴുക്കിയവരാണ് ഈ കേരളത്തിലെ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ. ഞങ്ങളുടെ പൂർവികരായ സഖാക്കൾ, സഖാവ് EMS-ഉം സഖാവ് കൃഷ്ണപിള്ളയും സഖാവ് AKG-യും സഖാവ് നൈനാരും സഖാവ് VS-ഉം ഉൾപ്പെടെ
ഈ കേരളത്തിനകത്ത് ലക്ഷക്കണക്കിന് വരുന്ന പാർട്ടി സഖാക്കൾ നേതൃത്വം കൊടുത്ത പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. ഈ കേരളത്തിന്റെ ശില്പികൾ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറഞ്ഞാൽ പുന്നപ്രയിലും വയനാട്ടിലും കയ്യൂരിലും കരിവള്ളൂരിലും ഉൾപ്പെടെ ഈ കേരളത്തിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ച് പോരാട്ടം നടത്തിയതിന്റെ ഫലമായിട്ടാണ് ഈ കേരളത്തിലെ മനുഷ്യർ സ്വാതന്ത്ര്യത്തോടെ ഇന്ത്യയുടെ ഭാഗമാകുന്നത് എന്ന് നാം ചരിത്രത്തെ നോക്കി ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. 1957 മുതൽ ഈ 2025 വരെ കേരളം കൈവരിച്ച ഓരോ പുരോഗതിയിലും കമ്മ്യൂണിസ്റ്റുകാരന്റെ സ്പർശം ഈ കേരളത്തിലെ മനുഷ്യന്റെ ഹൃദയത്തിൽ തൊട്ട സ്പർശമാണ് എന്ന് നാം തിരിച്ചറിയുന്നവരാണ്. 57-ലെ EMS ഗവൺമെന്റ്, 67-ലെ EMS ഗവൺമെന്റ്, പിന്നെ വന്ന നയനാർ ഗവൺമെന്റുകൾ, അതിനുശേഷം വന്ന VS ഗവൺമെന്റ്, അതിനെ പിൻപറ്റി 2016 മുതൽ ഈ കേരളം ഭരിക്കുന്ന സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റുകൾ, ആ ഗവൺമെന്റുകൾ ഈ കേരളത്തിന്റെ വികസന പാതയിൽ വഹിച്ച പങ്ക് ഈ കേരളത്തിലെ മനുഷ്യർ തൊട്ടറിഞ്ഞതാണ്. 2016-ൽ ഈ കേരളത്തിലെ ഗവൺമെന്റ്, ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിലെത്തുമ്പോഴുള്ള കേരളമാണോ 2026-ലെ കേരളം എന്ന് കണ്ടുറന്ന് കോൺഗ്രസുകാരാ നീ ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ഈ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ അങ്ങ് വടക്ക് കാസർഗോഡ് വരെ ഓരോ ഗ്രാമപ്രദേശങ്ങളിലും വന്ന വികസനത്തിന്റെ വിപ്ലവത്തെ തൊട്ടറിയുന്നവരാണ് ഈ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ. അവന്റെ വീട്ടിലെത്തുന്ന കരുതലിന്റെ സ്പർശത്തെ ചേർത്ത് പിടിച്ചവരാണ് ഈ കേരളത്തിനകത്തെ മഹാഭൂരിപക്ഷം ജനങ്ങൾ. 2021-ൽ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ ഇല്ലാ കഥകൾ ഒരുപാട് പടച്ചുണ്ടാക്കി. ആ ഇല്ലാ കഥകളുടെ നെറുകിൽ നിന്ന് ഇടപക്ഷത്തിനെതിരെ നിങ്ങൾ പോരാട്ടം നയിച്ചിട്ട് ആ പോരാട്ടം നയിച്ച നിങ്ങളെ കാലുമടക്കി അടിച്ചാൽ ഈ കേരളത്തിലെ ജനങ്ങൾ തിരിച്ച് കോൺഗ്രസ് ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടത് 99 സീറ്റ് നേടിയാണ് 2021-ൽ ഇടതുപക്ഷം വീണ്ടും തിരിച്ച് അധികാരത്തിലേക്ക് വരുന്നത്. ഇങ്ങോട്ട് വന്നപ്പോ SF-യുടെ ജില്ലാ ഭാരവാഹികൾ എന്നെ ഒരു പ്രസംഗം കേൾപ്പിക്കുകയായിരുന്നു. BRM ഷഫീറിന്റെ പ്രസംഗമാണ്. 4 മാസം കൂടി കഴിയുമ്പോൾ എങ്ങനെയല്ലേ പ്രസംഗിച്ചത്? എങ്ങനെ പ്രസംഗിച്ചത്? 3 അല്ലേ? 3 മാസത്തിന്റെ കണക്കെന്നാണ് മനസ്സിലായി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും 1 വർഷം ബാക്കി കിടക്കും. ഇനിയും കിടക്കുന്നു 6, 8, 9 മാസം. ഈ ഉറക്കത്തിൽ ചിലപ്പോൾ നാളെയാണ് തെരഞ്ഞെടുപ്പ് തോന്നുമ്പോ ചിലപ്പോൾ 3 മാസമുള്ളതൊക്കെ തോന്നും. ഇനിയും കിടപ്പുണ്ട്. അത് മാസം നമുക്ക് മാറ്റിവെക്കാം. ഇനി നാളെ നടന്നോട്ടെ. നാളെ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കേരളം പിടിക്കാൻ പോകുന്നു. എന്നിട്ട് എന്താ ഇവിടുത്തെ DYSP-യെ ഇങ്ങോട്ട് മാറ്റും. തിരുവനന്തപുരത്തെ പട്ടണത്തിൽ ട്രാഫിക് ഡ്യൂട്ടി കഴിക്കുമെന്നാണ് BRM ഷഫീർ ചേട്ട പഴയ ഒരു കഥ ഞങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ. 2021-ല് ഞാൻ ആഭ്യന്തരമന്ത്രി, ആര് പറഞ്ഞു? KPCC പ്രസിഡന്റ്. അതുകൊണ്ട് ഞാൻ മുഖ്യമന്ത്രി. ആഭ്യന്തരമന്ത്രിയായ ഞാൻ മുഖ്യമന്ത്രി, ഒരു കോൺഗ്രസ് നേതാവ്. അല്ലല്ല, നീ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി അല്ല, ഞാനാണ് ആഭ്യന്തരമന്ത്രി. അവസാനം തർക്കമായി. 5 നേതാക്കന്മാർ തമ്മിൽ തർക്കം, ആരാവും മുഖ്യമന്ത്രി. അവസാനം തോട്ടാ കോൺഗ്രസ് നേതാക്കന്മാർ തീരുമാനിച്ചു, മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയൊക്കെ നിങ്ങൾ എടുത്തോ, ഓരോ മന്ത്രിസ്ഥാനത്ത് നിങ്ങൾക്ക് വേണം. ഓരോ മന്ത്രിസ്ഥാനം. റവന്യൂ വകുപ്പ് എനിക്ക്, സിവിൽ സപ്ലൈസ് നിനക്ക്, വനിതാ സംരക്ഷണം നിനക്ക്. ഇങ്ങനെ എണ്ണിപ്പകിട്ട 2021-ലെ കഥ ഒന്ന് റീവൈൻഡ് അടിച്ചോർക്കുന്നത് എല്ലാ കോൺഗ്രസുകാർക്കും വളരെ നന്നായിരിക്കും. ആഭ്യന്തരവും ധനകാര്യവും ഫിനാൻസും വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും എല്ലാം തീരുമാനിച്ച് മുണ്ടും മടക്കി 2021-ൽ കേരളത്തിലെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയിട്ട് എന്ത് സംഭവിച്ചു? വീട്ടിലേക്ക് ജനങ്ങൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് തിരിച്ച് അയച്ചു. 3 മാസം കഴിഞ്ഞാലും 4 മാസം കഴിഞ്ഞാലും ഇനി എത്ര മാസം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നടന്നാലും ഇതേ ടാറ്റ ബൈ ബൈയും വാങ്ങി വീട്ടിൽ പോയി ഇരിക്കലല്ലാതെ രക്ഷ കേരളത്തിലെ കോൺഗ്രസിനുണ്ടാകും എന്ന് ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് തോന്നുകയില്ല. ഒരു കാര്യത്തിൽ കോൺഗ്രസ് നമ്മൾ സമ്മതിക്കുന്നത്, നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും നമ്മുടെ രാഷ്ട്രീയ ശത്രുക്കളാണവരെങ്കിലും ഒരു കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെ സഖാക്കളെ നമ്മൾ അവരെ സമ്മതിക്കണം. എന്താണെന്നറിയോ? പ്രതിപക്ഷത്തെ 9 വർഷമായി പ്രതിപക്ഷത്തിരുന്നാലും
ലൈം ലൈറ്റിൽ 24 മണിക്കൂറും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് കോൺഗ്രസുകാരാണ് എന്ന കാര്യത്തിൽ എനിക്കോ നിങ്ങൾക്കോ തർക്കമുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ കേൾക്കാൻ കൊള്ളാത്ത കഥയാണ് മാധ്യമങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നതേ ഉള്ളൂ പ്രശ്നം എന്ന് നാം മനസ്സിലാക്കണം. എങ്ങനെ സാധിക്കുന്നു എന്ന അതിശയത്തോടെ നമ്മൾ കമ്മ്യൂണിസ്റ്റുകാർ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. 9 വർഷം കൊണ്ട് ഭരിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ കുറ്റം പറയാൻ സ്വാഭാവികമായി മാധ്യമങ്ങൾ സമയം മാറ്റിവെക്കേണ്ടതാണ്. അങ്ങനെ പോലും സമയം മാറ്റിവെക്കാതെ കേരളത്തിലെ കോൺഗ്രസിനെ പറ്റി ചർച്ച ചെയ്യുകയാണ് കേരളത്തിനകത്തെ മാധ്യമങ്ങൾ. ഇതിൽ കൂടുതൽ എന്ത് ബഹുമതിയാണ് വർക്കലയിൽ ഇവിടെ പ്രസംഗം നടത്തിയ വീരോചിതരായ കോൺഗ്രസുകാരെ എന്തു പട്ടും വളയുമാണ് ഇനി ഇതിൽ പരം നിങ്ങൾക്ക് കിട്ടേണ്ടത് എന്ന് അതിശയത്തോടെ ചോദിക്കാൻ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ആഗ്രഹിക്കുകയാണ്. ഞാൻ വരുന്നത് കായംകുളത്തു നിന്നാണ്, ഹരിപ്പാട് കായംകുളം. അവിടെ ഒരു പഴയ കള്ളനുണ്ടായിരുന്നു, ചരിത്ര പ്രസിദ്ധനായ കള്ളനാണ്. കള്ളന്റെ പേര് കായംകുളം കൊച്ചുണ്ണി എന്നാണ്. ഒരു കാര്യം ഉറപ്പാണ് സഹോദരൻ, കോൺഗ്രസുകാരെ അക്കാര്യത്തിൽ നമ്മൾ സമ്മതിക്കണം. എന്റെ നാട്ടിലെ ആ പഴയ കള്ളൻ കായംകുളം കൊച്ചുണ്ണി ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ആ കായംകുളം കൊച്ചുണ്ണി കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി നേരെ വർക്കല സ്റ്റേഷനിൽ ഇറങ്ങുമായിരുന്നു. ഇല്ലെങ്കിൽ തിരുവനന്തപുരത്തെങ്കിലും പോയി ഇറങ്ങും. തിരുവനന്തപുരത്ത് പോയി ഇറങ്ങി നേരെ ഓട്ടോ പിടിച്ച് ഇന്ദിരാഭവനിൽ ചെല്ലും. നേരെ ഓട്ടോ പിടിച്ച് ഇന്ദിരാഭവനിൽ ചെന്ന് അതിന്റെ ഫ്രണ്ടിൽ മുറുക്കാൻ കടയുണ്ടെങ്കിൽ അവിടുന്ന് ഒരു വെറ്റയും പാക്കും വാങ്ങിക്കും. വെറ്റയും പാക്കും വാങ്ങിച്ച് ഈ കായംകുളം കൊച്ചുണ്ണി നേരെ ഇന്ദിരാഭവനകത്തേക്ക് കയറി കോൺഗ്രസിന്റെ PCC പ്രസിഡന്റിനെയും കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവിനെയും മറ്റു വലിയ ജഗതില്ലാടികളായ നേതാക്കന്മാരെയും താഴെ KSU മുതൽ യൂത്ത് കോൺഗ്രസിന്റെ വരെയുള്ള നേതാക്കന്മാരെയും ഓരോരുത്തരെയായി ഇങ്ങനെ വരി നിർത്തിയിട്ട് മുന്നിലേക്ക് സാഷ്ടാംഗം വീണ് ഈ വെറ്റയും പാക്കും കൊടുത്തിട്ട് പറയും, പ്രതിപക്ഷത്തിൽ നിന്നിങ്ങനെ അഴിമതി നടത്താൻ എങ്ങനെയാ കോൺഗ്രസുകാരാ നിനക്ക് പറ്റുന്നത് എന്ന് കായംകുളം കൊച്ചുണ്ണി ജീവിച്ചിരുന്നെങ്കിൽ ഈ കോൺഗ്രസുകാരനോട് ചോദിക്കുമായിരുന്നില്ലേ? ഭരണപക്ഷത്തിരുന്ന് അഴിമതി നടത്തിയ കോൺഗ്രസുകാരെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ വർക്കലയിൽ ഉൾപ്പെടെ, ഈ കേരളത്തിൽ ഉൾപ്പെടെ, ഈ തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടെ പ്രധാനപ്പെട്ട പല കോൺഗ്രസ് നേതാക്കന്മാരും തോക്കുന്നത് അഴിമതി നടത്തി ജനങ്ങൾ കയ്യോടെ പിടിച്ചത് കൊണ്ടാണ്. അങ്ങനെ തോട്ടെടുത്താണ് ഇടതുപക്ഷം ജയിച്ചത്. പ്രതിപക്ഷത്തിൽ നിന്ന് എങ്ങനെ സാധിക്കുന്നു? അതിശയത്തോടെ ചോദിക്കുക. ഗവേഷക വിദ്യാർത്ഥികൾക്ക് ഗവേഷണം ചെയ്യാൻ ഒരു പുതിയ വിഷയം കൂടി കോൺഗ്രസ് തുറന്നു കൊടുത്തിരിക്കുന്നു. KSUവിൽ ഏതെങ്കിലും വിദ്യാർത്ഥികൾ നന്നായി പഠിക്കുന്നവരുണ്ടെങ്കിൽ ഇനി അടുത്ത റിസർച്ച് ടോപ്പിക്കായി KSUക്കാരാ നീ എടുക്കേണ്ടത് നിന്റെ നേതാക്കന്മാർ പ്രതിപക്ഷത്തിൽ നിന്ന് എങ്ങനെയാണ് ഇങ്ങനെ വൃത്തിയായി അഴിമതി നടത്തുന്നത് എന്ന് ഗവേഷണം ചെയ്തൊരു പ്രബന്ധം കേരളത്തിൽ അവതരിപ്പിക്കുന്നത് നന്നായിരിക്കും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം മറക്കാൻ കഴിയുമോ ഈ കേരളത്തിലെ മനുഷ്യന്? 2018 മഹാപ്രളയം ഈ കേരളത്തിൽ മനസാക്ഷിയുള്ള മനുഷ്യന് മറക്കാൻ കഴിയുമോ? ഞാൻ ആലപ്പുഴ ജില്ലക്കാരനാണ്. എന്റെ നാട്ടിലാണ് ബഹുഭൂരിപക്ഷം പ്രദേശങ്ങളിൽ വെള്ളം കയറിയത്. കോൺഗ്രസ് പ്രഖ്യാപനം, എന്താ പ്രഖ്യാപനം? 1000 വീട് ആർക്ക് വെച്ചു കൊടുക്കും? വെള്ളം കയറി വീട് പോയവർക്ക് ഞങ്ങൾ വീട് വെച്ച് കൊടുക്കും. 2021 എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 23ാം പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോ അന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന നമ്മുടെ പാർട്ടിയുടെ ആദരണീയനായ നേതാവ് സഖാവ് കോടിയേരി പ്രഖ്യാപിക്കുന്നു 2000 വീട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വെച്ചു കൊടുക്കും. ഞാൻ ചോദിക്കട്ടെ വർക്കലയിലെ ജനങ്ങളോട്, നിങ്ങൾ ആത്മാർത്ഥമായി വിലയിരുത്തൂ. ഞങ്ങൾ ഈ പറയുന്ന രാഷ്ട്രീയം ഒന്നും വെച്ച് ഞങ്ങളെയും കോൺഗ്രസിനെയും നിങ്ങൾ വിലയിരുത്തുകയെ വേണ്ട. നിങ്ങൾ ഈ കേരളത്തിലേക്ക് നോക്കൂ. ഇടതുപക്ഷത്തിന്റെ CPMന്റെ നേതാവ് കോടിയേരി പ്രഖ്യാപിക്കുന്നു 2000 വീട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് വെച്ചു കൊടുക്കും. കോടിയേരി നമ്മൾ വിട്ടുപിരിഞ്ഞു പോയി. കോടിയേരി പെട്ടെന്ന് അപ്രതീക്ഷിതമായി രോഗബാധിതനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിട്ടുപോയി. പക്ഷേ കോടിയേരി 23ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സഖാക്കളോട് പറഞ്ഞു, സഖാക്കളെ, നിങ്ങൾ ഈ കേരളത്തിൽ അന്തിയുറങ്ങാൻ അടച്ചുറപ്പുള്ള വീടില്ലാത്ത 2000 മനുഷ്യർക്ക് വീട് വെച്ചു കൊടുക്കണം. ഞങ്ങളുടെ നേതാവ് ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയി. പക്ഷേ ആ വാക്ക് ഹൃദയത്തിലും മനസ്സിലും പ്രവൃത്തിയിലും ഏറ്റെടുത്ത ഞങ്ങളുടെ കേരളത്തിലെ സഖാക്കൾ 1946 വീട് ഈ കേരളത്തിനകത്ത് വെച്ച് പൂർത്തീകരിച്ച് 1946
കിടന്നുറങ്ങാൻ അടച്ചുറപ്പില്ലാത്ത, അന്തിയുറങ്ങാൻ വീടില്ലാത്ത പാവപ്പെട്ട അസന്നരായ മനുഷ്യർ ഇന്ന് ഞങ്ങളുടെ പാർട്ടി കോടിയേരി പ്രഖ്യാപിച്ച വീടുകളിൽ ഈ കേരളത്തിനകത്ത് കിടന്നുറങ്ങുമ്പോൾ കോൺഗ്രസുകാരാ നീ പ്രഖ്യാപിച്ച വീട് ഈ കേരളത്തിനകത്ത് ഒരെണ്ണം ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ വെല്ലുവിളിക്കുന്നു. ഓട്ടോ കാശൊന്നും നിങ്ങൾ തരണ്ട, ഞങ്ങൾ എടുക്കാം. ഞങ്ങളെ CIT ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ട്, പെട്രോൾ അവർ ഓടുന്ന പൈസ നടിക്കും, ഞങ്ങൾ വരാൻ തയ്യാറാണ്. ഈ വർക്കലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വെല്ലുവിളിക്കാൻ, ജോയിയെ വെല്ലുവിളിക്കാൻ, ഇവിടുത്തെ ഏരിയ സെക്രട്ടറിയെ വെല്ലുവിളിക്കാൻ ധൈര്യമുള്ള ആംബിയറുള്ള കോൺഗ്രസുകാരാ ഇവിടെ വർക്കല ജംഗ്ഷനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ വെല്ലുവിളിക്കുന്നു. നിന്റെ കൂടെ വരാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരൻ റെഡി. നീ വെച്ച വീട് ഈ കേരളത്തിൽ കാണിച്ചു തരാൻ നീ തയ്യാറുണ്ടോ എന്ന ചോദ്യം നിന്റെ മുന്നിൽ ബാക്കി നിൽക്കുന്നു. ഒളിച്ചോടാൻ കഴിയില്ല. MMS പ്രഖ്യാപിക്കുന്നു. MMS ശേഷം മുല്ലപ്പള്ളി വരുമ്പോ പറയുന്നു 1000 വീടൊന്നും വെച്ചു കൊടുക്കാം പാൻ കോൺഗ്രസിനില്ല, 500 വെച്ചു കൊടുക്കാം. നീ 500. അതിനുശേഷം കേസുകാരൻ വരുമ്പോ പറയുന്നത് 500 വീടിനുള്ള പണി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, ഞങ്ങൾ പൈസ പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ പുതിയ പ്രസിഡന്റിനോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അത് എന്നെ സംബന്ധിക്കുന്ന വിഷയമല്ല, പണ്ടാരോ പ്രഖ്യാപിച്ചതാണ് എന്നാണ്. എവിടെ എത്തി നിൽക്കുന്നു കേരളത്തിലെ കോൺഗ്രസ്? മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ പേരിൽ ആപ്പ് തുടങ്ങിയാണ് പൈസ പിരിച്ചത്. ജനങ്ങൾക്ക് മുഴുവൻ ആപ്പാണല്ലോ ഓരോ ആണല്ലോ കോൺഗ്രസിന്റെ ഓരോ പണി. കോൺഗ്രസിന്റെ എല്ലാ പണിയും അവസാനം ചെന്ന് നിൽക്കുന്ന ജനങ്ങൾക്ക് മുഴുവൻ ആപ്പ്. അങ്ങനെ ആപ്പ് തുടങ്ങി കോൺഗ്രസ്, ആപ്പ് തുടങ്ങി പൈസ പിരിച്ചു കോൺഗ്രസ്. ആ പിരിച്ച പൈസ എവിടെ? ഇപ്പൊ പറയുന്നത് സ്ഥലം കിട്ടിയാൽ ഉടനെ വീട് വെക്കും. ഇവിടെ വീട് വെക്കാൻ സ്ഥലം വേണമെന്ന് വിരിപ്പാണോ തിരിച്ചറിയുന്നത്? ഇവര് ബഹിരാകാശത്ത് വീട് വെക്കുന്ന കഥയാണോ പൈസ പിരിച്ചുകൊണ്ടിരുന്നപ്പോ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്? കേരളത്തിലെ ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന സഖാവ് പിണറായി വിജയൻ ഒറ്റയ്ക്ക് നിന്ന് ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെയും RSSകാരന്റെയും ഒരു BJPക്കാരന്റെയും സഹായമില്ലാതെ ഈ കേരളത്തിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ച് ആ ദുരന്തം അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിതാ അവിടെ മഹാസൗധങ്ങൾ പണിയുന്നതോ പോയി നോക്കി ഒന്ന് നിർവൃതി അടയാൻ ഇവിടുത്തെ കോൺഗ്രസുകാരോട് ഞങ്ങൾ ഉപദേശിക്കുകയാണ്. പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങുന്ന പാർട്ടി ഈ കേരളത്തിലെ പാർട്ടി. അടുത്ത വെല്ലുവിളി എന്താ? VS ജോയിയെ അംഗീകരിച്ചു. VS ജോയി നല്ല ബുദ്ധിമുട്ടുണ്ടാവും. മുദ്രാവാക്യം തന്നെ കേട്ടില്ലേ? VS ജോയി MLA എന്നാ മുദ്രാവാക്യം. അതെ MLA, വി ജോയി MLA എന്നാണ് വിളിക്കുന്നത്. ജോയി MLA എന്നാണ് വിളിക്കുന്നത്. MLA ആണ്. എങ്ങനെ MLA ആയി? എങ്ങനെ MLA ആയി? കോൺഗ്രസുകാരാ, കോൺഗ്രസുകാരെ പരാജയപ്പെടുത്തിയാണ് ജോയി MLA ആയത് എന്ന് കൂടി പറയാൻ ധൈര്യം ഇവിടുത്തെ കോൺഗ്രസുകാരെ കാണിക്കണ്ടേ? അങ്ങനെ MLA ആയില്ല. അല്ലാതെ ഒരു നേതാവിന്റെയും പെട്ടിപ്പിടിക്കാൻ പോകുന്ന കോൺഗ്രസുകാരനെ പോലെ നടന്നിട്ടല്ല, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ടാണ്. ഈ വർക്കലയിലെ ജനങ്ങൾക്ക് വേണ്ടി രാവും പകലും നോക്കാതെ ഈ വർക്കലക്കാർക്കൊപ്പം നിന്ന് അവർക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരെ, ഇടതുപക്ഷക്കാരെ വർക്കലക്കാർ വിജയിപ്പിക്കുന്നത്. ഇനി കഴിഞ്ഞ തവണ തോറ്റ നേതാവാണ് കേട്ടോ ഇവിടെ പ്രസംഗം നടത്തുന്നത്. നമ്മൾ കേൾക്കണം. കഴിഞ്ഞ തവണ തോറ്റ നേതാവിനോട് ഒരു കാര്യം സ്നേഹത്തോടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കണം. ആ തൊട്ടടുത്ത് നിന്ന് വർക്കലക്കാരന്റെ വോട്ട് കിട്ടിയായിരുന്നു. പ്രസംഗിക്കുമ്പോഴേ VS ജോയിയെ 3 മാസത്തിന് ശേഷം ജോയിയെ 3 മാസത്തിന് ശേഷം താഴെ ഇറക്കാൻ വേണ്ടി വെല്ലുവിളി നടത്തുമ്പോ ഈ പറയുന്ന കോൺഗ്രസിന്റെ അനിഷേധിനായ നേതാവ് തൊട്ടപ്പുറത്തിരിക്കുന്ന വർക്കലക്കാരനോട് ചെവിയിലെങ്കിലും ചോദിക്കണം, അല്ല കഥാറിയേട്ടാ എനിക്ക് വോട്ട് ചെയ്തായിരുന്നു? ആ പ്രകടനത്തിൽ പങ്കെടുത്ത കോൺഗ്രസുകാർ ഈ നേതാവിന് വോട്ട് ചെയ്തായിരുന്നു? അപ്പൊ കോൺഗ്രസുകാരുടെ പോലും വോട്ട് നേടാത്ത കോൺഗ്രസ് നേതാവ് ജോയിയെ വെല്ലുവിളിക്കാൻ ഈ ആറ്റിങ്ങലിന്റെ വർക്കലയിൽ ഇറങ്ങിയാൽ അതിലും പരമഹാസ്യമായ കാര്യം പ്രിയപ്പെട്ട സഖാക്കളെ വേറെന്തെങ്കിലും ബാക്കി നിൽക്കുന്നുണ്ടോ? ഇതാണ് കോൺഗ്രസ്. ഈ കോൺഗ്രസിനെ നമ്മൾ ആരെങ്കിലും ഗവനിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കോൺഗ്രസിനെ ഗവനിക്കാൻ നമ്മൾ വേണ്ട. കോൺഗ്രസിനകത്ത് തന്നെ ഇഷ്ടം പോലെ ആളുകൾ ബാക്കിയാണ്. കോൺഗ്രസിനെ ഗവനിക്കാൻ, കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ, കോൺഗ്രസിനെ നശിപ്പിക്കാൻ കോൺഗ്രസിനകത്ത് തന്നെ ഇഷ്ടം പോലെ ആളുകൾ നന്നായി കച്ചകെട്ടി അതിനകത്ത് നടക്കുന്നുണ്ട്. ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവുണ്ട്, പേര് പറഞ്ഞുകൂടാ. പൊതുവേദി നമ്മൾ തീരുമാനിച്ചു, സ്ത്രീകൾ കൂടുന്നിടത്ത്, കുട്ടികൾ കൂടുന്നിടത്ത്, വിദ്യാർത്ഥിനികൾ കൂടുന്നിടത്ത്
ഈ കോൺഗ്രസ് നേതാവിന്റെ, യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പേര് പറയാൻ പാടില്ല. നമ്മൾ തീരുമാനിച്ചു, ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പേര് ഈ നാട്ടിലെ ഒരു കവലയിൽ ഇറങ്ങി നിന്ന് പ്രസംഗിക്കാൻ കഴിയാത്ത ഗതികേട് ഈ കേരളത്തിനകത്തുണ്ടായെങ്കിൽ ആ ഗതികേടിന്റെ പേരാണ് കോൺഗ്രസ് എന്ന് കോൺഗ്രസ്സുകാരാ നീ ബോധ്യപ്പെടുന്നത് വളരെ നല്ലതാണ്. എന്തൊക്കെയാണ് പുറത്തു വരുന്ന വാർത്ത? SFI-കാരനെ തല്ലാൻ മുണ്ടുമുടക്കി ഇറങ്ങുന്ന KSU-കാരനുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നിന്ന വാർത്ത, ആ KSU-കാരനൊന്ന് വായിക്കുന്നത് വളരെ നല്ലതാണ്. KSU-വിന് വേണ്ടി അറിയാതെയെങ്കിലും പ്രകടനത്തിൽ പങ്കെടുക്കാൻ തെറ്റിദ്ധരിച്ചു പോകുന്ന പെൺകുട്ടികളോട് ഞങ്ങൾക്ക് സഹതാപമുണ്ട്. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നിന്ന് പുറത്തുന്ന വാർത്ത, ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ മുൻ നേതാവ് മെസ്സേജ് അയച്ച് ശല്യം ചെയ്ത് ഭീഷണിപ്പെടുത്തിയ കൂട്ടത്തിൽ 2 KSU-ന്റെ എറണാകുളത്തെ വനിതാ നേതാക്കന്മാരുണ്ട് എന്നാണ്. എവിടെ എത്തി നിൽക്കുന്നു KSU? എവിടെയാണ് KSU എത്തി നിൽക്കുന്നത്? എവിടെയാണ് യൂത്ത് കോൺഗ്രസ് എത്തി നിൽക്കുന്നത്? എവിടെയാണ് കോൺഗ്രസ് എത്തി നിൽക്കുന്നത്? ആദ്യ ദിവസം പ്രഖ്യാപിക്കുന്നു, ഈ പറയുന്ന ആളെ ഞങ്ങൾ പുറത്താക്കും, ഞങ്ങൾ MLA സ്ഥാനം രാജിവെക്കും. അപ്പൊ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു, കോൺഗ്രസിന്റെ നേതാവ്, യൂത്ത് കോൺഗ്രസ് നേതാവ് പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. പറഞ്ഞു, എന്നാൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാണ് ഞാൻ രാജിവെക്കും. അപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ രാജിവെച്ചിട്ടോ? രാജിവെച്ച് കഴിയുമ്പോൾ അടുത്ത പ്രഖ്യാപനം, ഞങ്ങൾ MLA സ്ഥാനം രാജിവെപ്പിക്കും. രാജിവെപ്പിച്ച് കഴിയുമ്പോൾ പറയുന്നു, രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു, ഇല്ല ഞാനത് രാജിവെക്കില്ല. അപ്പൊ നേരെ പ്ലേറ്റ് മാറ്റി സസ്പെൻഷനിലാക്കി എന്ന് പറഞ്ഞു പേടിപ്പിച്ചാൽ ഇപ്പോഴും കോൺഗ്രസ് നേതാക്കന്മാരെ ഈ മുൻ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് നിലയ്ക്ക് നിർത്തുന്നത് എന്ന് തുറന്നു പറയാൻ ധൈര്യം കോൺഗ്രസ് നേതൃത്വം കാണിക്കണ്ടേ? VD സതീശൻ ഇന്നലെ പറയുന്നതല്ല ഇന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറയുന്ന വാചകമല്ല ഇന്ന് പറയുന്നത്. സതീശ എന്നും ഞങ്ങൾ വിളിക്കുന്നില്ല, ഞങ്ങൾ അല്പം ബഹുമാനമുള്ളവരാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവേ എന്ന് ഞങ്ങൾ വിളിക്കുന്നു. ആ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ മുഖം നിങ്ങൾ 2 ദിവസമായി പത്രമാധ്യമങ്ങൾ കണ്ടാൽ എന്തോ വലുത് തനിക്ക് നേരെ വരാനിരിക്കുന്നു എന്ന് ഭയപ്പെട്ട് പേടിച്ച് നടക്കുന്ന പ്രതിപക്ഷ നേതാവിനെ നമ്മൾ കേരളത്തിൽ കാണുകയാണ്. ആ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന കോൺഗ്രസ് അല്ലേ കേരളത്തിലെ കോൺഗ്രസ്? ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് നേതൃത്വം കൊടുത്ത കോൺഗ്രസ് അല്ലേ ഈ കേരളത്തിലെ കോൺഗ്രസ്? ആ കേരളത്തിലെ കോൺഗ്രസിന് എന്ത് ധാർമ്മികതയാണ് കേരളത്തിലെ ജനങ്ങളോട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഞാൻ അവസാനിപ്പിക്കുകയാണ്. SFI-ക്കാരെ ആക്രമിച്ചാൽ, SFI-ക്കെതിരായ അതിക്രമം നടത്തിയാൽ ഈ കേരളത്തിനകത്ത് SFI സംഘടനാ പ്രവർത്തനം അവസാനിപ്പിക്കും എന്നത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. അങ്ങനെ അവസാനിപ്പിക്കുമായിരുന്നെങ്കിൽ ഞങ്ങളുടെ 13 സഖാക്കളെയാണ് ഈ ദ്രോഹികൾ വിവിധ ക്യാമ്പസുകളിലായി കൊന്നുതള്ളിയത്. 1973-ലാണ് സഖാവ് അഷ്റഫിനെ ഇവർ കുത്തിവീഴ്ത്തുന്നത്. 1970-ലാണ് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത്. 1970-ൽ SFI എന്ന ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുമ്പോ 3 വർഷത്തിനപ്പുറമാണ് ഈ കേരളത്തിൽ ആദ്യമായി ഒരു കലാലയ യൂണിയൻ തെരഞ്ഞെടുപ്പ് SFI വിജയിക്കുന്നത്. ആ കലാലയ യൂണിയൻ തെരഞ്ഞെടുപ്പ് SFI വിജയിച്ചു എന്ന ഒറ്റ കാരണത്താൽ ആ കലാലയ യൂണിയൻ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്ത, ഇന്ന് ഈ കേരളത്തിലെ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന സഖാവ് AK ബാലനെ കുത്താൻ വന്ന KSU-കാരന്റെ കത്തിയുടെ മുനയേറ്റു വാങ്ങിയാണ് സഖാവ് അഷ്റഫ് തലശ്ശേരി ഗവൺമെന്റ് കോളേജിൽ കുത്തേറ്റ് വീഴുന്നത്. ആ അഷ്റഫ് മുതൽ സഖാവ് ധീരജ് വരെയുള്ള സഖാക്കളെ ക്യാമ്പസുകളിൽ പോയി കൊന്നുകളയാൻ നേതൃത്വം കൊടുത്തവർ ഈ KSU-കാരൻ. ഞങ്ങൾ ചോദിക്കട്ടെ, ഞങ്ങൾ ക്യാമ്പസിലേക്ക് പോകുന്നത് പാഠപുസ്തകങ്ങളുമായിട്ടാണ്. ഞങ്ങൾ ക്യാമ്പസുകളിലേക്ക് പോകുന്നത് സമരമുദ്രാവാക്യങ്ങളുമായിട്ടാണ്. ഞങ്ങൾ ക്യാമ്പസുകളിലേക്ക് പോകുന്നത് പഠിക്കാനായിട്ടാണ്. കമ്പി വടിയും കത്തിയുമായി ക്യാമ്പസിലേക്ക് എന്തിനാണ് KSU-കാരൻ പോകുന്നത്? ആ KSU-കാരന് പിന്തുണയുമായി ഇതിനേക്കാൾ മാരകായുധങ്ങളുമായി എന്തിനാണ് യൂത്ത് കോൺഗ്രസുകാരൻ ക്യാമ്പസിലേക്ക് പോകുന്നത്? അങ്ങനെ ക്യാമ്പസുകളെ കത്തി കൊണ്ട്, കൊലക്കത്തികൾ കൊണ്ട് അടക്കി ഭരിക്കാം എന്നാണോ ഈ 21-ാം നൂറ്റാണ്ടിൽ കോൺഗ്രസുകാരൻ, KSU-കാരൻ, യൂത്ത് കോൺഗ്രസുകാരൻ വിചാരിച്ചിരിക്കുന്നത്? ഓരോ SFI സഖാവിനെയും കുത്തിവീഴ്ത്തുമ്പോ KSU-കാരന്റെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ആ പുഞ്ചിരി ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം അസ്തമിച്ചു പോകും എന്ന പ്രതീക്ഷയിൽ നിന്ന് ഉയർന്ന പുഞ്ചിരിയായിരുന്നു. സഖാക്കളെ ഓർത്തെടുക്കട്ടെ, കഴിഞ്ഞ 55 വർഷക്കാലത്തെ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ചരിത്രം ഓർത്തെടുക്കട്ടെ. 13 വിദ്യാർത്ഥി സഖാക്കളെ ഇവർ കുത്തിവീഴ്ത്തുമ്പോ മുഴുവനായി
35 വിദ്യാർത്ഥികളെ KSUവിന്റെ MSFന്റെ ക്യാമ്പസ് ഫ്രണ്ടിന്റെ ABVPയുടെ RSSന്റെ മറ്റു വർഗീയ ശക്തികളുടെ കൊലക്കത്തികളാൽ ഈ കേരളത്തിന്റെ ക്യാമ്പസിനകത്ത് കുത്തിവീഴ്ത്തുമ്പോ അസ്തമിച്ചു പോകും എന്നീ വർഗീയവാദികളും എതിരാളികളും പ്രഖ്യാപിച്ച ഈ വിദ്യാർത്ഥി പ്രസ്ഥാനമുണ്ടല്ലോ, ഓരോ സഖാവ് പിടഞ്ഞു വീണ് ക്യാമ്പസിനകത്ത് മരിക്കുമ്പോഴും ആ പിടഞ്ഞു വീണ് മരിക്കുന്ന സഖാവ് ഉറക്ക വിളിച്ച മുദ്രാവാക്യത്തെ, അവൻ വിളിച്ച മുദ്രാവാക്യത്തെക്കാൾ ഉറക്ക വിളിച്ച് ശിരസ് കയറ്റി കയ്യിൽ മുട്ടി ചുരുട്ടി ഈ തൂവണക്കൊടിയും പിടിച്ച് ലക്ഷക്കണക്കിന് വരുന്ന ഈ കേരളത്തിലെ മതനിരപേക്ഷ വിദ്യാർത്ഥി സമൂഹം അണമുറിയാത്ത നദീജല പ്രവാഹം പോലെ രാഷ്ട്രീയ മുദ്രാവാക്യം വിളിച്ച് ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിലേക്ക് ഇറങ്ങിയ കാഴ്ച ചരിത്രത്തിൽ വർഗീയവാദികളെ, KSUക്കാരെ, കോൺഗ്രസുകാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇനിയും അനേകായിരം ലക്ഷം വിദ്യാർത്ഥികൾ ഇതേ മതനിരപേക്ഷ മുദ്രാവാക്യം ഉയർത്തി SFIയുടെ കൊടിയും പിടിച്ച് തെരുവിൽ അണിനിരക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ ഒരാൾക്കും സംശയമേതുമേ വേണ്ടതില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സഖാവ് ധീരജ് മരിച്ചു വീഴുമ്പോ, സഖാവ് ധീരജിനെ കുത്തിവീഴ്ത്തുമ്പോ ആ ധീരജിന്റെ ശവശരീരത്തിന് മുന്നിൽ നിന്നാണ് ആ കുത്തിവീഴ്ത്തിയ ഗുണ്ടകളെ എന്റെ കുട്ടികൾ എന്ന് കെ സുധാകരൻ വിളിക്കുന്നത്. കസേരയിൽ നഷ്ടപ്പെട്ട് കണ്ണൂരിലേക്ക് ആ പുലിക്ക്, ആ കഴുതപ്പുലിക്ക് ഓടി പോവേണ്ടി വന്നില്ലേ? ഇതേ ധീരജിനെ കൊത്തി വീഴ്ത്തിയപ്പോഴാണ്, ഇതേ ധീരജിനെ അരിങ്കൊല ചെയ്തപ്പോഴാണ് ആ അരിങ്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത നിഖിൽ പൈലിയെ ചേർത്ത് പിടിച്ച് ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് കേരളത്തിൽ പ്രസംഗം നടത്തി. ഞാൻ നേരത്തെ പറഞ്ഞ പേര് തന്നെ അശ്ലീലമായി മാറിയ ആ നേതാവ്, ഞാൻ ചോദിക്കട്ടെ, ധീരജിന്റെ ശവശരീരത്തിന്റെ ചൂട് വിട്ടുമാറുന്നതിന് മുമ്പ് അവനെ കുത്തിവീഴ്ത്തിയ ഗുണ്ടകളെ ചേർത്തു പിടിച്ച ആ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഇന്ന് എവിടെ പോയി? കോൺഗ്രസുകാരാ, ശ്വാസമുണ്ടോ എന്ന് നോക്കണമെങ്കിൽ മൂക്കിന് താഴെ ഇവിടെ കൈവച്ച് നോക്കേണ്ട അവസ്ഥ കേരളത്തിലെ കോൺഗ്രസുകാരന് വന്നില്ലേ? കാലം സാക്ഷി, ചരിത്രം സാക്ഷി, ധീരജിനെ കുത്തുവീഴ്ത്തിയ ഗുണ്ടകളെ ചേർത്ത് പിടിച്ച KSU പ്രസിഡന്റ് ചത്തതിലൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയിൽ ഇന്ന് നീ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ ശരിമ എത്രത്തോളമാണ്, അതിന്റെ ചൂടെത്രയാണ് എന്ന് നീ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ കേരളത്തിനകത്തെ മതനിരപേക്ഷവാദികളായ, ജനാധിപത്യവാദികളായ മനുഷ്യർ ഉയർത്തിപ്പിടിക്കുന്ന സത്യത്തിന്റെ മുദ്രാവാക്യത്തിന്റെ ഫലമാണ് എന്ന് നീ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അക്രമം കൊണ്ട് SFIയെ കീഴ്പ്പെടുത്താം എന്ന് നിങ്ങൾ വിചാരിക്കുകയും വേണ്ട. അക്രമത്തിലൂടെ കീഴ്പ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുന്ന ഓരോ നിമിഷവും ഒരു മഹാവിദ്യാർത്ഥി പ്രസ്ഥാനമായി ഞങ്ങൾ ആളി പടരും എന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു സംശയവും വേണ്ടതില്ല. എല്ലാ അതിക്രമങ്ങളെയും പ്രതിരോധിച്ചാണ് ഈ കേരളത്തിൽ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, ഞങ്ങളുടെ എതിരാളി, ഞങ്ങളുടെ ശത്രു നിങ്ങളല്ല. നിങ്ങളെ ഒരു ശത്രുവായി പോലും പരിഗണിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല KSUക്കാരാ എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ നടത്തുന്ന പോരാട്ടം ഈ വർക്കലയിൽ ഞങ്ങളുടെ സഖാക്കൾ കടിയേറ്റ് വാങ്ങേണ്ടി വരുമ്പോഴും ഈ വർക്കല ജംഗ്ഷനിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, ഞങ്ങളുടെ പോരാട്ടം വർഗീയവാദികൾക്കെതിരായ പോരാട്ടമാണ്. ആ വർഗീയവാദികൾക്കെതിരായ പോരാട്ടം നയിക്കാനാണ് ഞങ്ങൾ ഈ കേരളത്തിനകത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ആ പോരാട്ടം ഞങ്ങൾ നയിക്കുക തന്നെ ചെയ്യും. ഇനി എത്ര വർഗീയവാദിക്ക് കഞ്ഞി കൊടുത്താലും നീ ഈ കേരളത്തിനകത്ത് ക്ലച്ച് പിടിക്കാനേ പോകുന്നില്ല. ഒരു വർഗീയവാദിയോട് കൂട്ടുകെട്ടിയാലും കേരളത്തിനകത്തൊരു ക്യാമ്പസിനും KSU നീ ക്ലച്ച് പിടിക്കാനേ പോകുന്നില്ല. ഞങ്ങൾ ഈ പോരാട്ടം തുടരും. പിന്നെ KSUവിനെ ചൊറിഞ്ഞ്, SFIയെ ചൊറിഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നതിലെ KSU നേതാക്കന്മാർക്ക് ഒരു വിചാരമുണ്ട്, SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് വർക്കലയിൽ വരുമ്പോ അവന്റെയൊക്കെ പേരെടുത്ത് പറഞ്ഞ് ഞാൻ പ്രസംഗിക്കുന്നത് വെറുതെയാണ്. നിന്റെ ഒന്നും പേര് പോലും പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നതേ ഇല്ല. വർക്കലയിലേക്ക് നീ അന്ന്
കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഓടിയ ഓട്ടത്തിന്റെ കഥ ഞാൻ പറഞ്ഞത് ഇനിയും തിരുവനന്തപുരത്തേക്ക് വരുമ്പോ നന്നായി ഒന്നോർത്ത് വെക്കണം എന്ന് മാത്രമേ ഞാൻ ഇപ്പോ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും നിങ്ങളെ ഒരു എതിരാളികളായി പരിഗണിച്ചിട്ടേ ഇല്ല. അങ്ങനെ എതിരാളികളായി പരിഗണിക്കാൻ പറ്റുന്ന ജനത്തിൽ പിറന്ന ഒന്നിനെയും ഞങ്ങൾ അവിടെ കാണുന്നതേ ഇല്ല. ഇങ്ങനെ പെണ്ണുപിടിയന്മാരുടെ കൂട്ടത്തെ മാത്രമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. രാത്രി സ്ത്രീകൾക്ക് മെസ്സേജ് അയച്ച് ശല്യം ചെയ്യുന്ന കൂട്ടത്തെ മാത്രമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഹായ് മോളൂസെ ഉറങ്ങിയോ എന്ന് ചോദിക്കുന്ന ഈ ചേട്ടന്മാരുടെ കൂട്ടത്തെ മാത്രമേ യുവന്മാർക്കിടയിൽ നമുക്ക് കാണാൻ കഴിയൂ. അതുകൊണ്ട് നിങ്ങളെ ആക്രമിക്കാനോ നിങ്ങളെ കൈകാര്യം ചെയ്യാനോ ഒന്നും ഈ വർക്കല SN കോളേജിലെ SFI തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ രാഷ്ട്രീയം പറഞ്ഞ് മുന്നോട്ട് പോകും. ഞങ്ങൾ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളെടുത്ത് മുന്നോട്ട് പോകും. ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയത്തിന് മറുപടി ഉണ്ടെങ്കിൽ SFI വെല്ലുവിളിക്കുന്നു. SFI കേരളത്തിലെ ക്യാമ്പസുകൾ ഉയർത്തുന്ന രാഷ്ട്രീയത്തിന് പറയാൻ നിനക്ക് മറുപടി ഉണ്ടെങ്കിൽ ആ കൊടിയുമെടുത്ത് കേരളത്തിന്റെ ക്യാമ്പസുകളിലേക്ക് വന്ന് ഞങ്ങളുമായി രാഷ്ട്രീയ സംവാദനത്തിന് ഈ കേരളത്തിനകത്ത് നിർത്തലുള്ള ഒരു KSUക്കാരനോ യൂത്ത് കോൺഗ്രസുകാരനോ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ സംവാദനത്തിനാണ് ഇവർ നേതൃത്വം കൊടുക്കേണ്ടത് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞ സ്നേഹത്തിന്റെ ഭാഷയിൽ വർക്കലയിലെ KSUവിന്റെ സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സഖാക്കളെ, പ്രിയപ്പെട്ടവരെ, ആ കണ്ണൂർ സർവകലാശാല തെരഞ്ഞെടുപ്പ് റിസൾട്ടിന്റെ വേഗതയിൽ കുറ്റിക്കാട്ടിൽ ഒളിക്കാതെ പോയ ഏതെങ്കിലും കോൺഗ്രസുകാരനോ KSUക്കാരനോ യൂത്ത് കോൺഗ്രസുകാരനോ ഈ പ്രസംഗം കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടി പ്രത്യേക അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദനങ്ങൾ.